അങ്ങനെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ചെറിയൊരു ബ്ലോഗിൽ ഇത് ഞങ്ങൾ ഫാമിലി ക്വാർട്ടേഴ്സ്. അപ്പം പലരും എന്നോട് ചോദിച്ചായിരുന്നു ഇത് എവിടെയാണ് നിങ്ങൾ താമസിക്കുന്നത്, ഡൽഹിയിൽ എവിടെയാണെന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പം ഞങ്ങൾ ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. അപ്പം ക്വാർട്ടേഴ്സ് കാണിക്കാമോ എന്നൊക്കെ ചോദിച്ചായിരുന്നേ. അപ്പോൾ ഇത് ഞങ്ങളുടെ ഫാമിലി ക്വാർട്ടേഴ്സിൻ്റെ എൻട്രിയാണ്. ഇത് ഞങ്ങൾ ലിഫ്റ്റിന് വന്നതാണ്. ഇവിടെ ഞങ്ങളുടെ രണ്ടുപേരുടെ സൈക്കിളൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട്. നടക്കാൻ പോയിട്ട് വരുന്ന വഴിയാണ്. അപ്പം നമുക്ക് ഞാൻ ചാവി ഇവിടെ സൂക്ഷിച്ചു. ഇതാണ് ഞങ്ങളുടെ ലിവിങ് റൂം. ഇത് ഞങ്ങൾ ഇന്ന് സെറ്റ് ചെയ്തതാണ് വന്നപ്പോൾ കേട്ടോ. ഇവിടെ ഇവിടെ ഞങ്ങൾ ചാവിയെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടി വി ഒക്കെ ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ടി വി, കമ്പ്യൂട്ടർ, പ്രിൻ്റർ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇത് ഞങ്ങളുടെ ഡെന്നപ്പൻ്റെ സെറ്റിംഗ് ആണ്. ഡെന്നപ്പനാണെങ്കിൽ നമ്മുടെ ടോയ്സ് ഒക്കെ വെച്ച് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് രാവിലെ സ്കൂളിൽ പോകുന്നവർ ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ടൊക്കെ പോകാറുണ്ട്. പിന്നെ പുള്ളിക്കാരൻ വന്നു കഴിഞ്ഞാൽ ഇതാണ് പുള്ളിയുടെ സ്ഥിര സ്ഥലം. ടി വി കണ്ടുകൊണ്ടേയിരിക്കും. പിന്നെ നമ്മുടെ 2 ടീപ്പോ ഒക്കെ ഉണ്ട്. ഇതിലാണെങ്കിൽ ഡെന്നപ്പം പഠിക്കാനിരിക്കുന്നതും ഒക്കെ ഇതിലാണ്. ഇവിടെ പിന്നെ കഴിപ്പും കുടിപ്പും എല്ലാം ഇവിടെ തന്നെ. ആളിൻ്റെ വാസം ഇത്ര ഏരിയയിലാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഞങ്ങളുടെ ഒരു ദിവാൻ കോട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ കുറച്ച് ഫോട്ടോസൊക്കെയാണ്. ഫോട്ടോസിൽ ഇത് കണ്ടത് അത് ഞങ്ങളാണെങ്കിൽ അവിടെ സെക്കൻഡറാബാദ് വെച്ച് ഹിഡൻ കാസിൽ പോയായിരുന്നു. അപ്പോൾ അവിടെ കറങ്ങാൻ പോയതിൻ്റെ കുറച്ച് ഫോട്ടോസും. പിന്നെ ഇത് ഞങ്ങളുടെ മണിമുത്തുകളാണ്. ഇതെൻ്റെ സ്നേഹനിധിയായ എൻ്റെ അമ്മായിയമ്മ, ഇതെൻ്റെ പപ്പായും മമ്മിയും. ഇത് ഞങ്ങളുടെ കല്യാണ ഫോട്ടോ. പിന്നെ ഞങ്ങളുടെ സ്പിരിച്വൽ ഫാദർ ആൻഡ് ഫാമിലി ഉണ്ട് ഇവിടെ. അപ്പോൾ അവരെ ഞങ്ങൾ ഇതിനിടയ്ക്ക് ഞങ്ങൾ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണേ. പിന്നെ ഞങ്ങളിത് നൈനിറ്റാളിൽ കറങ്ങാൻ പോയപ്പോൾ ഉള്ള കുറച്ച് ഫോട്ടോസൊക്കെയാണ്. കുറച്ച് ഫോട്ടോസൊക്കെ മാത്രമേ സെറ്റ് ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾ ഇൻവേർട്ടർ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതെനിക്ക് എൻ്റെ സി ആണെങ്കിൽ ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ. ഒരു വാലന്റൈൻസ് ഡേയുടെ ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ. ഇതിങ്ങനെ വെക്കണം. ഇതിങ്ങനെ ഇവരെ രണ്ടിനും കൂടി ഇങ്ങനെ വെക്കണം. ഇവരെ രണ്ടിനെ എപ്പോഴും ഇങ്ങനെ വെക്കാറുണ്ട്. പിന്നെ അലനാണെങ്കിൽ ബാഡ്മിൻ്റൺ കളിക്കാൻ ഓടിപ്പോകുമ്പോൾ എടുക്കാനുള്ള സൗകര്യത്തിനാണ് ഇത് ഇവിടെ ഇട്ടിരിക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഡൈനിങ് ഏരിയ ആണിത്. ഡൈനിങ് ടേബിള്. ഇത് ഞങ്ങളുടെ ഫ്രൂട്ട്സ് കൊട്ടയാണ്. ഇതിൽ ഞങ്ങളെപ്പോഴും എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും. ഇതെന്താണെന്നല്ലേ, ഇത് ഡെന്നൻ സ്കൂളിൽ നിന്ന് വരുമ്പോൾ എപ്പോഴും ഓരോ മുട്ടായി അവർ വേണം. അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്ത് മറക്കാതെ വെക്കുന്നൊരു കാര്യമാണ് കേട്ടോ. പിന്നെ ഇവിടെ ഞങ്ങളാണെങ്കിൽ അച്ചാറൊക്കെ പെട്ടെന്ന് എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് ഇത് രാവിലെ ചായ കുടിക്കുമ്പോഴൊക്കെ കഴിക്കാൻ വേണ്ടി ഡ്രൈ ഫ്രൂട്ട്സും ഇതെല്ലാം ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ സെക്ഷന് ബിസ്ക്കറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അത്യാവശ്യത്തിന് എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇതാണ് ഇവിടെ ഒരു പാമ്പ് ട്രീ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് എൻ്റെ ഫേവറേറ്റ് ഏരിയ ആണ്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങോട്ട് നോക്കിക്കേ. ഇവിടെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. പിന്നെ ഉണ്ടല്ലോ എളുപ്പത്തിൽ എനിക്ക് പനിക്കൂർക്കയുടെ ഇല പറിക്കാൻ പറ്റിയ സ്ഥലം. ഇത് ഞാൻ വെള്ളം തിളപ്പിച്ച് കഴിയുമ്പോൾ പനിക്കൂർക്കയൊക്കെ ഇട്ട് അല്ലെങ്കിൽ തുളസിയുടെ കൊണ്ട് അപ്പോൾ അത് അവിടെ നിന്നും പിച്ചെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഇത് ഞാനൊന്ന് തുറന്ന് നോക്കാറുണ്ട്. ടെലഫോണ്. ഇത് നമ്മുടെ കർപ്പൂരമൊക്കെ കത്തിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ഒരു യേശുപ്പച്ചയുടെ ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട്. ഇതെന്നും പറയുന്നത് യേശുപ്പച്ച ഫോട്ടോയിൽ ഇരിപ്പുണ്ടെന്ന് പറയാറുണ്ട്. ഇവിടെ ഞങ്ങൾ കുറച്ച് നമ്മുടെ അപ്പുമോന് കിട്ടിയ സർട്ടിഫിക്കറ്റും പിന്നെ സിയുടെ 1-2 സർട്ടിഫിക്കറ്റൊക്കെ മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ. അത് എൻ്റെ ജോണപ്പച്ചന്, എൻ്റെ ഫാദറിലും ആയിരുന്നു. 2013 മരിച്ചത്. ജോണപ്പച്ചനെ ഞങ്ങൾ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. എന്നെ എപ്പോഴും മോളേന്ന് മാത്രമേ വിളിക്കാറുള്ളായിരുന്നു. ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഒത്തിരി സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല ജോണപ്പച്ചനുമായിട്ടുള്ള ടൈമിംഗ് ഒക്കെ. അത് ഞങ്ങൾ ഒത്തിരി മിസ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇവിടെ ഒരു ചെറിയ സെറ്റിങ്സ്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ എളുപ്പത്തിൽ ഗ്ലൗസ്, ID കാർഡ്, ഈ ബെൽറ്റൊക്കെ മറന്നു പോകത്തില്ലേ. അപ്പോൾ അതിനുവേണ്ടി സെറ്റ് ചെയ്തേക്കുന്നത് പെട്ടെന്ന് എടുത്തുകൊണ്ട് ഓടാൻ വേണ്ടിയുള്ള സെറ്റിങ്സ് ആണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ലിവിങ് ഏരിയ. ഇനി നമുക്ക് നമ്മുടെ കിച്ചണിലേക്ക് പോകാം. ഇതാണ് എൻ്റെ സാമ്രാജ്യം. ആദ്യം തന്നെ ഞാൻ ഈ വിൻഡോ കാണിക്കാം കേട്ടോ. ഈ വിൻഡോയിൽ കൂടെയാണ് ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നൊക്കെ ഇങ്ങനെ നോക്കാറുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ആണെങ്കിൽ കണ്ടോ, ഇതിലിവിടെ നമുക്ക് കുറച്ച് പട്ടികളെയും മയിലിനെയും ഒക്കെ ഇവിടെ നിന്നും കാണാൻ പറ്റും കേട്ടോ. കുറച്ച് നേരം ഞാനിവിടെ ടൈം പാസ്സൊക്കെ ചെയ്യാറുണ്ട്. ഇത് നമ്മുടെ കുക്കിംഗ് ഏരിയ ആണ്. ഇവിടെ നമുക്ക് കുറച്ച് കബോർഡ്സ് ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു കബോർഡുണ്ട്. നമ്മുടെ താഴെ കബോർഡിൻ്റെ സെറ്റിങ്സ് ഉണ്ട്. പിന്നെ ചെറിയ കിച്ചണാണ്, പക്ഷെ നല്ലതാണ്, എനിക്കിഷ്ടമാണ്. പിന്നെ നമുക്കിവിടെ എൻ്റെ ന്യൂട്രിപോട്ട് ഇരിക്കുന്നു.
ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു ഷെൽഫാണ്. ഇതിനുള്ള സ്റ്റോക്കിൻ്റെ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. ഇതിനകത്താണ് നമ്മുടെ ബിസ്ക്കറ്റൊക്കെ പാത്ത് ചെയ്യാൻ വെക്കുന്നത്. പക്ഷേ ടെന്നു ഇത് മൊത്തം അടിച്ച് മാറ്റി കഴിക്കാറുണ്ട്. ഇതിനുള്ളിൽ അവൻ കയറി എല്ലാം പരിശോധിച്ച് മൊത്തം എടുത്തിട്ട് നമ്മൾ വരുമ്പോഴത്തേനും ഈ പാട്ട വെക്കാണ്ട് കാലിയാക്കി വെക്കാറുണ്ട് കേട്ടോ. ഇതിനുള്ളിൽ ഓരോ സാധനങ്ങളൊക്കെ പാത്ത് വെക്കുന്നത്, പക്ഷേ എല്ലാം അദ്ദേഹം കാലിയാക്കും. ഇത് നമ്മുടെ വാഷിംഗ് ഏരിയയാണ്. ഇത് ആരോ പിന്നെ ഇവിടെ 2 റാക്കുണ്ട്. ഒരെണ്ണം ഇവിടുന്ന് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്ന റാക്കാണ്, പാത്രങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി. ഇവിടെ ഞാൻ ജസ്റ്റ് ആണെങ്കിൽ കുറച്ച് ഡബ്ബകളൊക്കെ വെച്ച് നമ്മുടെ അരിയും സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ചെറിയ കിച്ചൺ. ഇത് ഞങ്ങളുടെ ഒരു ബാൽക്കണിയാണ്. ഇവിടെ ഹാളിൽ നിന്നുള്ള ഒരു ബാൽക്കണി കേട്ടോ. നമുക്ക് കാണാൻ ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണ് കേട്ടോ. ഇവിടെ ഞങ്ങൾ കുറച്ച് ചെടികളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെടികളെല്ലാം തണുപ്പായതുകൊണ്ടായിരിക്കാം കുറച്ച് വീക്കായിട്ട് നിൽക്കുകയാണ്. ഇത് എല്ലാം ഒന്ന് ശരിയാക്കി എടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ കാഴ്ചയൊക്കെ കാണാൻ നല്ലതാണ്. രാവിലെയൊക്കെ ഞാൻ ഇവിടെ കുറേ നേരമൊക്കെ വെറുതെ നിൽക്കാറുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഇവിടെ ഒരു ചെയർ ഇട്ടിട്ടുണ്ട്. ഈ ചെയറിൽ ഇരുന്ന് ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കാനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ അവർ സ്കൂളിൽ നിന്ന് വരുമ്പോഴേ ബസ് വരുന്ന ഇവിടെ ഈ കോർണറിലാണ്. അപ്പം എനിക്കിവിടെ ഇരുന്നാലും ബസ് വരുന്ന കാണാൻ പറ്റും. അവിടെ പോയി ഡെന്നുവിനെ വിളിച്ചുകൊണ്ടൊക്കെ വരാനുണ്ട്. രാവിലെ കൊണ്ടുവന്ന് വിടണം. അപ്പം പിന്നെ എവിടെ ഞാൻ നോക്കും. അവൻ പോകുമ്പോൾ ബസ്സിൽ കയറി പോകുന്നതും വരുന്നതും എല്ലാം എനിക്ക് കാണാൻ പറ്റും. ഇതേ കണ്ടോ, ഇതുപോലെ സ്കൂൾ ബസ് വന്ന് ഇവിടെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ എനിക്ക് അപ്പു ഇറങ്ങി വരുന്നതൊക്കെ കാണാം. അതിനാണ് ഈ ചെയർ ഇവിടെ ഇട്ടത്. പിന്നെ വൈകിട്ട് ചായ ഒക്കെ കുടിക്കുമ്പം ചിലപ്പോൾ ഇവിടെ വന്നിരുന്ന് ഒറ്റയ്ക്കാണെങ്കിൽ ചായ കുടിക്കാറുണ്ട്. സി ഉണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ചിരുന്നാണ് ചായ കുടിക്കുന്നത്. അങ്ങനെയാണ് ഈ ഏരിയ. ഇവിടെ ചെറിയൊരു കോറിഡോറുണ്ട്. ഇത് നല്ല ഒരു സൗകര്യപ്രദമായ ഒരു കോറിഡോറാണ് ഞങ്ങൾക്ക്. ഇവിടെ ഒരു ബാത്റൂമുണ്ട്. ഇത് കോമൺ ബാത്റൂമാണ്. പിന്നെ ഞങ്ങളുടെ ഇവിടെ ഒരു ഷൂ റാക്ക് വെച്ചിട്ടുണ്ട്. ഇവിടെ 2 ഞങ്ങളുടെ അലമാരി. ഇതിനുള്ളിൽ ഞങ്ങളുടെ നല്ല തുണികളെല്ലാം ഇതിനുള്ളിലാണ് സൂക്ഷിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ മെയിൻ ബെഡ്റൂമാണ്. ഇതാണ് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം. അപ്പോൾ ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സൗകര്യമാണ്, നല്ല വെന്റിലേഷനാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ വ്യൂ ആണ് നമ്മുടെ റോഡ്. പിന്നെ പിള്ളേരുടെ ബസ് വരുന്നത് വരെ നമുക്ക് കാണാൻ പറ്റും. ഇതിലേക്കൂടെ പോകുന്നവരെല്ലാം കാണാൻ പറ്റും. ഇത് നല്ലൊരു വെന്റിലേഷനാണ്. ഇവിടെ നിൽക്കാൻ നല്ലതാണ്. നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നതാണ്. പിന്നെ ഇവിടാണ് ഞങ്ങളുടെ അറ്റാച്ച്ഡ് ബാത്റൂം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഷെൽഫ് തന്നിട്ടുണ്ട്. ഇതിനുള്ളിൽ നമ്മുടെ റെഗുലർ യൂസ് ആയിട്ടുള്ള എല്ലാ ഡ്രസ്സൊക്കെ ഞങ്ങൾ കീപ്പ് ചെയ്യുന്നതും കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ഒരു ടീപ്പോയി ഞങ്ങൾ ഇങ്ങനെയൊക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പോസിറ്റീവ് എനർജിക്ക് വേണ്ടി മാത്രം കേട്ടോ. പിന്നെ ഇവിടെ ഒരു സ്നേക്ക് പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഞങ്ങൾ വന്നിട്ട് സെറ്റ് ചെയ്ത് എല്ലാം ശരിയാക്കി എടുത്താണ്. ഞങ്ങൾ വന്നപ്പോൾ ഇതൊക്കെ ഒത്തിരി കരിഞ്ഞു പോയായിരുന്നു ഈ സ്നേക്ക് പ്ലാന്റ് ഒക്കെ. പക്ഷേ ഇപ്പോൾ എല്ലാം ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ഡ്രസ്സിംഗ് ടേബിളാണ്. ഇവിടെ നല്ലൊരു വെന്റിലേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇത് ബാൽക്കണിയിലോട്ടും പിന്നെ അങ്ങോട്ടുള്ള വ്യൂ ഒക്കെ കാണാൻ പറ്റും. ഇത് നല്ലതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഞങ്ങൾ അയൺ ബോക്സ് കാര്യങ്ങൾ ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് ഞങ്ങളുടെ ഇത് പട്ടാളക്കാരുടെ പെട്ടിയാണ്. ഇതിനുള്ളിൽ ഞങ്ങളുടെ കുറേ സ്റ്റഫ് സാധനങ്ങളെല്ലാം ഉണ്ട്. ഇത് ഞങ്ങളുടെ മെയിൻ ബാൽക്കണിയിലോട്ടുള്ള ഒരു ഡോറാണ്. ഇത് നമുക്ക് പിന്നെ കാണാം. അടുത്ത ബെഡ്റൂം കണ്ടിട്ട് വന്നിട്ട് ഞാൻ ബാൽക്കണിയെല്ലാം കാണിക്കാം കേട്ടോ. ഇനി നമ്മുടെ അടുത്ത ബെഡ്റൂമിലേക്ക് വരൂ. ഇതാണ് ഞങ്ങളുടെ അടുത്ത ബെഡ്റൂം. ഇതിനുള്ളിൽ അലനാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. കാരണം അവൻ്റെ സ്റ്റഡി റൂം സെറ്റ് ചെയ്തേക്കുന്നത് ഇവിടെയാണ്. അവൻ പഠിക്കുന്നത് എഴുതുന്നതെല്ലാം ഇവിടെ. ഇവിടെ ഒരു വെന്റിലേഷൻ ഉണ്ട്. അവിടെ ബെഡിൻ്റെ സൈഡിലും ഉണ്ട്. പിന്നെ ഇവിടെ അലൻ്റെ പിയാനോ വെച്ചിട്ടുണ്ട്. അവനിടയ്ക്ക് ബോറടിക്കുമ്പോഴൊക്കെ പിയാനോ വായിക്കാറുണ്ട്. പിന്നെ ഇവിടെ ഒരു ഷെൽഫുണ്ട്. അവരുടെ യൂണിഫോമും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് ഈ ഷെൽഫിനകത്താണ്. സൈഡ് ടേബിളൊക്കെ തന്നിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ ഡ്രസ്സിങ് ടേബിളുണ്ട്. പിന്നെ നമ്മുടെ എയ്ഡൻ്റെ കളിപ്പാട്ടം കാര്യങ്ങളെല്ലാം ഇവിടെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ നിന്നും വെളിയിലോട്ട് ഇറങ്ങിക്കഴിയുമ്പോഴും ഒരു ബാൽക്കണി ഉണ്ട്. ആ ബാൽക്കണിയിലോട്ട് ഈ ഡോറിൽ കൂടെയാണ് നമ്മൾ ഇറങ്ങുന്നത്. ഇത് ഞങ്ങൾ മാക്സിമം അടച്ചിടാറാണ് പതിവ്. പിന്നെ രാവിലെ ഒന്ന് ജസ്റ്റ് തുറന്നിടാറുണ്ട്. പിന്നെ വീടെല്ലാം ഇവരെല്ലാം സ്കൂളിലൊക്കെ പോയി എല്ലാവരും ഡ്യൂട്ടിക്കൊക്കെ പോയി കഴിയുമ്പോഴാണ് ഞാൻ വീടെല്ലാം ക്ലീൻ ചെയ്തിടുന്നത്. 2 മണി വരെ എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് കിടക്കും. അത് കഴിയുമ്പോൾ ഇതിൻ്റെ കോലം കുറച്ചൊക്കെ മാറാറുണ്ട്. എല്ലായിടത്തെയും പോലെ തന്നെ കുറച്ചൊക്കെ മാറാറുണ്ട്. പിന്നെ രാവിലെ ഞാൻ സെറ്റ് ചെയ്യും. എന്നിട്ട് ഇങ്ങനെ എല്ലാം വീടെല്ലാം ക്ലീനായി കിടക്കുന്നതൊക്കെ നോക്കി കണ്ടിരിക്കാറുണ്ട്.
ഇനി നമുക്ക് ബാൽക്കണിയിലോട്ട് പോകാം. വാ, ഇതാണ് ഞങ്ങളുടെ മെയിൻ ബാൽക്കണി. ഇവിടെ ഞങ്ങൾ കുറച്ച് ചെടിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ ഈവനിങ് ടൈമിലോ മോർണിംഗ് ടൈമിലൊക്കെ ഞങ്ങൾ ഇവിടെ വന്ന് ഇരിക്കാറുണ്ട്. പിന്നെ ഇവിടെ തുണിയൊക്കെ ഇടാനുള്ള എല്ലാ സാധനങ്ങളും സെറ്റ്. നല്ല വെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഞങ്ങളുടെ തുണിയെല്ലാം ഉണങ്ങി കിട്ടുന്നത് കേട്ടോ. ഇവിടെ നല്ല വ്യൂ ആണ്. ഇവിടെ നിന്നാണ് ഞങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെയൊക്കെ നിറയെ മയിൽ കുഞ്ഞുങ്ങളും എല്ലാം ആയിരിക്കുമേ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പട്ടി എല്ലാം ഉണ്ട്. ഒത്തിരി കിളികളാണ്. കിളികൾ ഒത്തിരി ഉണ്ട് കേട്ടോ. പ്രാവ്, മൈന എല്ലാത്തിനെയും കാണാൻ പറ്റും. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ കുറേ നേരം നമുക്ക് വെറുതെ ഒരു രസത്തിനൊക്കെ കുറേ നേരം ഇവിടെ ഇങ്ങനെ വെറുതെ ഞാൻ നോക്കി നിൽക്കാറുണ്ട് കേട്ടോ. എനിക്കിഷ്ടമാണ് ഈ പ്രകൃതി ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് വരുന്ന കാണാൻ പറ്റില്ല. അവിടുന്ന് എന്തെങ്കിലും കള്ളത്തരം ഉണ്ടെങ്കിൽ അവിടുന്ന് വരുമ്പോഴത്തേക്കും ഇവിടെ പോയി എല്ലാം സെറ്റ് ചെയ്ത് വെക്കാനൊക്കെ പറ്റുന്ന ഒരു ഏരിയ ഇതാണ്. അതുപോലെ സ്കൂൾ ബസ് വരുന്നത് കാണാൻ പറ്റും. എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇവിടുത്തെ ഒരു ഏരിയയിലും കുറച്ച് ചെടികൾ ഇതെല്ലാം പോയിരിക്കുകയാണ്. ഇതിനെല്ലാം ഇനി ശരിയാക്കി എടുക്കണം. ടൈം കിട്ടുമ്പോഴെല്ലാം ശരിയാക്കി എടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. കരിയാപ്പെല്ലാം എൻ്റെ പോയായിരുന്നു ഞങ്ങൾ ഷിഫ്റ്റായി വന്നപ്പോഴത്തേക്കിന്. അതിന് പിന്നെ എല്ലാം ഞാൻ വിട്ടിട്ടുണ്ട്. ഇപ്പോൾ അത് പതിയെ തലയെടുത്ത് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ, ഈ UPS കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് വർഷങ്ങളായേ. ഇത് ശരിയാക്കാമെന്ന് പറഞ്ഞ മനുഷ്യൻ പറഞ്ഞിട്ട് ഇപ്പോഴും ശരിയാക്കാമെന്ന് പറഞ്ഞിരിക്കുക. ഇത് മിക്കവാറും ഞാനെടുത്ത് എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഡംപ് ചെയ്യും ഒരു ദിവസം. എന്ന് പറഞ്ഞാലും പറയും ഞാനത് ശരിയാക്കാം. ഇങ്ങനെ കൊണ്ടു നടക്കും. പുരാവസ്തു ഗവേഷകനാണ് കേട്ടോ. ആരെപ്പറ്റി പറയുന്നത് മനസ്സിലായില്ലേ? പിന്നെ അങ്ങനെ ഇതാണ് ഞങ്ങളുടെ മെയിൻ ബാൽക്കണി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫാമിലി ക്വാർട്ടേഴ്സ്. കുറേ പേര് എന്നോട് ചോദിച്ചതിൻ്റെ പേര് മാത്രമാണ് ഞാനിപ്പോൾ ഇതിട്ടത് കേട്ടോ. ഇത് എവിടെയാണ് താമസിക്കുന്നത്, നല്ല ഏരിയ ആണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഡൽഹിയിൽ ഇങ്ങനത്തെയൊക്കെ ഏരിയ കാണാൻ ഇച്ചിരി പ്രയാസമാണ്. കാരണം ഇത്രയും മരങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക്. അപ്പം പക്ഷേ ഞങ്ങൾ കുറേ പേര് ഇവിടെ വരാറൊക്കെ ഉണ്ട്. ഞങ്ങളുടെ ക്വാർട്ടേഴ്സിൽ ഇവിടെ വരുമ്പോഴൊക്കെ എല്ലാവരും ഇവിടെ നിന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് അയ്യോ നല്ല സ്ഥലമാണല്ലോ, നല്ലതാണല്ലോ എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. ഇതാണ് അപ്പോൾ ഞങ്ങളുടെ ഇത് ആ ബിൽഡിങ്ങുകളെല്ലാം ഞങ്ങളുടെ ക്വാർട്ടേഴ്സാണ്. ഇത് 8 ഫ്ലോറാണ് എല്ലായിടത്തും കേട്ടോ. അപ്പം അങ്ങനെയാണ് ഞങ്ങളുടെ ഫാമിലി ക്വാർട്ടേഴ്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടി ടാറ്റാ ബൈ ബൈ, സീ യു. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.